ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുറത്തേക്കുള്ള ട്രാവലിങ്ങിലാണ്. പുറത്തേക്കെന്നാൽ പയ്യാമ്പലം ബീച്ചിലേക്കാണ്. പയ്യാമ്പലം ബീച്ച് തുറന്ന് എന്നാണ് അറിയുന്നത്. ഇന്നവിടെ റോഡുകൾ വല്ലതും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പയ്യാമ്പലം ബീച്ചിലേക്കുള്ള യാത്രയ്ക്കിടയിൽ നമ്മളിപ്പോൾ എസ് എൻ പാർക്കിൻ്റെ മുൻവശം നിൽക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. എസ് എൻ പാർക്ക് ഉദ്ഘാടനം കഴിഞ്ഞ് ഇതുവരെ തുറന്നിട്ടില്ല. പണി പൂർത്തിയാകാൻ ബാക്കിയുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതല്ലെങ്കിൽ ഒരു പക്ഷേ കോവിഡ് പ്രോട്ടോക്കോൾ കാരണവുമായിരിക്കാം തുറക്കാൻ വൈകുന്നത്. പ്രതീക്ഷ വെക്കാം തുറക്കുന്നതായിരിക്കും. ഏതായാലും ബീച്ചിലേക്ക് പോകാം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ താണയിൽ നിന്നാണ് നമ്മൾ പുറപ്പെടുന്നത്. കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലേക്ക് കേരളത്തിലെ എല്ലാവർക്കും സ്വാഗതം. മാസ്കും അകലവും പാലിച്ചാൽ മാത്രം മതി. ഇവിടെ നിന്ന് ഏകദേശം 4 കിലോമീറ്ററാണ് ബീച്ചിലേക്ക്. പോകുന്ന വഴിയിൽ നഗരത്തിലെ ചില ഭാഗങ്ങൾ നമുക്ക് കാണാം. അറിയാത്തവർക്ക് വഴിയും മനസ്സിലാക്കാം. ഇതാണ് കാൽടെക്സ് ജംഗ്ഷൻ. ഇവിടെ നിന്ന് 2 റോഡ് തിരഞ്ഞെടുക്കാം. ഒന്നെങ്കിൽ സ്റ്റേഡിയം വഴി, അല്ലെങ്കിൽ താവക്കര വഴി. നമ്മൾ താവക്കര വഴി അണ്ടർ ബ്രിഡ്ജ് വഴി പോകുന്നു. ഇവിടെ ഇടതുവശത്താണ് പുതിയ ബസ് സ്റ്റാൻഡ്. നേരെ നമ്മൾ പ്ലാസ ജംഗ്ഷനിലേക്ക്. കോവിഡ് പ്രോട്ടോക്കോൾ നിലനിൽക്കുമ്പോഴും ജനജീവിതം സാധാരണ നിലയിലേക്കാണ് കണ്ടുവരുന്നത്. വീട്ടിൽ തന്നെ ചടഞ്ഞിരുന്ന് മടുത്തവർക്ക് ഒരു ചെറിയ ഔട്ടിങ്ങും ആവാം. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ റോഡ് വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ SM റോഡിലേക്ക് കയറി. റോഡിൽ പൊതുവെ തിരക്കാണ്. ഇപ്പോൾ SN പാർക്കിൽ റോഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വലതുവശം കാണുന്നതാണ് SN പാർക്ക്. ഇത് സംഗീത ജംഗ്ഷൻ. ഇടതുവശം കാണുന്നതാണ് അറേബ്യൻ ഫുഡുകളുടെ റെസ്റ്റോറൻറ്റുകൾ. നേരെ ഇനി മെയിൻ റോഡ് വഴി നമുക്ക് പോകാം. പക്ഷെ നമ്മൾ റൈറ്റിലേക്ക് ഷോർട്ട് കട്ട് വഴി പോകുന്നു. പയ്യാമ്പലം ബീച്ചിനടുത്ത് നമ്മളെത്തി. ആദ്യം നമുക്ക് ഒന്ന് പാർക്കിൽ പോയി നോക്കാം. പാർക്ക് അടച്ചിട്ടിരിക്കുകയാണ്. തുറക്കുന്നതുവരെ ആരും ഈ ഭാഗത്തേക്ക് വരേണ്ടതില്ല. പാർക്കിൻ്റെ അവസ്ഥ കണ്ട് ഞെട്ടരുത്. പല വിവാദങ്ങളിലും പെട്ട ഈ പാർക്ക് ഇപ്പോൾ 10 മാസമായി ഈ അവസ്ഥയിലാണ്. അടുത്ത് തന്നെ ശരിയാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാത്രവുമല്ല, ഇവിടെ പല പദ്ധതികളും ഈ ബീച്ചുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അടുത്ത് തന്നെ എല്ലാം പ്രതീക്ഷിക്കാം. നമ്മൾ ബീച്ചിലേക്കുള്ള ബ്രിഡ്ജ് വഴി 2ാം കവാടത്തിലേക്കാണ് പോകുന്നത്. ഈ ബ്രിഡ്ജിൽ നിന്നുള്ള കാഴ്ചകൾ തന്നെ മനോഹരമാണ്. അങ്ങനെ നമ്മൾ ബീച്ചിലേക്കെത്തി. ഇനി ബീച്ച് റോഡ് വഴി ഒന്ന് പോയി വരാം. ഇതിലെ ഡ്രൈവ് ചെയ്യുന്നത് തന്നെ നല്ലൊരു അനുഭവമാണ്. ബീച്ചിലേക്ക് കടക്കാൻ 2 റോഡുകൾ കൂടിയുണ്ട്. അത് തുറന്നിട്ടുണ്ടോ എന്ന് നോക്കിയും വരാം. തിരിച്ചു വരുമ്പോൾ
ബീച്ചിലേക്കുള്ള വ്യൂ അടിപൊളിയായിരിക്കും. ഈ കാണുന്ന ഫുട്പാത്ത് പയ്യാമ്പലം മുതൽ പള്ളിയാമൂല വരെ 3.5 കിലോമീറ്റർ പദ്ധതിയാണ്. കഴിഞ്ഞ വർഷമാണ് 1 കിലോമീറ്റർ പൂർത്തിയായി ഉദ്ഘാടനം കഴിഞ്ഞത്. ഇവിടെ പടന്നപ്പാലത്തേക്ക് പോകുന്ന റോഡ് തുറന്നിട്ടുണ്ട്. അതുപോലെ ഇനി പള്ളിയാമൂല വരെ ഒന്ന് പോയി നോക്കാം. ഫുട്പാത്ത് വന്നതോടുകൂടി ബീച്ചിൻ്റെ മുഖച്ഛായ തന്നെ മാറിയിട്ടുണ്ട്. പുറത്തു നിന്ന് കണ്ണൂരിലേക്ക് ആര് വന്നാലും അറിയുന്നവർ ഒന്ന് പയ്യാമ്പലം സന്ദർശിച്ചിട്ടേ മടങ്ങാറുള്ളൂ. അത്രയ്ക്ക് മനോഹരമല്ലേ നമ്മുടെ ഈ ബീച്ച്. പള്ളിയാമൂല വരെ എത്തി. ഈ റോഡും തുറന്നിട്ടുണ്ട്. ഇനി യു ടേൺ ചെയ്യാം. അതിനിടയിൽ ബീച്ചിലൊന്ന് ഇറങ്ങി വരാം. അടുത്ത കാലത്ത് വരെ ഇവിടെ പാരാസെയിലിംഗ്, ജെറ്റ് സ്കീയിങ് തുടങ്ങി അഡ്വഞ്ചർ സ്പോർട്സ് ആക്ടിവിറ്റീസുകൾ നടന്നിരുന്നു. കോവിഡെല്ലാം തകിടം മറിച്ചു. നവംബർ 21 ശനി, 23 തിങ്കൾ എന്നീ ദിവസങ്ങളിലാണ് ഈ വീഡിയോ എടുത്തത്. പൊതുവെ ചെറിയ രീതിയിലുള്ള സന്ദർശകരെ ഉണ്ടായിരുന്നുള്ളൂ. സൺഡേ ഒഴിച്ചുള്ള ദിവസങ്ങളിൽ വരുന്നതായിരിക്കും ഈ കോവിഡ് കാലത്ത് ഏറ്റവും നല്ലത്. ഇവിടുത്തെ സൺസെറ്റ് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കച്ചവടക്കാർക്കെല്ലാം ഒരല്പം ഉണർവ് വന്നിട്ടുണ്ട്. തിരിച്ചു പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.